അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് മെയിനായി യൂസ് ചെയ്ത് ഉണ്ടാക്കിയെടുത്ത ഒരു പുഡിങ്ങാണ്. വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. എന്നാൽ വീഡിയോയിലോട്ട് പോവാം. ഇതൊരു 20 ഗ്രാമോളം ചൈന ഗ്രാസാണ്. ഇത് നമുക്ക് കുറച്ച് വെള്ളത്തിലൊന്ന് കുതിരാൻ വെക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റോളം ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. ഒരുപാട് വെള്ളമൊന്നും വേണ്ട. ഇത് ഒന്ന് ജസ്റ്റ് മുങ്ങിക്കിടക്കണ അത്ര വെള്ളം മതി. അപ്പോൾ ഞാനിപ്പോൾ 1 ലിറ്റർ പാലുകൊണ്ടാണ് പുഡിങ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ½ ലിറ്റർ കൊണ്ടാണെങ്കിൽ ഒരു 10 ഗ്രാം മതി. ഇതിപ്പോൾ 20 ഗ്രാം ചൈന ഗ്രാസ് ഉണ്ട്. ½ ലിറ്റർ പാലോട് ഉണ്ടാക്കുകയാണെങ്കിൽ 10 ഗ്രാം മതി. ഇതിനി കുറച്ച് നേരം ഒന്ന് സോക്കാവട്ടെ. അപ്പോഴേക്കും നമ്മൾ അടുത്ത പ്രോസസ്സിലോട്ട് സെക്കൻഡ് സ്റ്റെപ്പിലോട്ട് പോവാം. ഗ്യാസിലൊരു പാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് 1 ലിറ്ററോളം പാല് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അത് ഞാൻ ഒരു 500 ml ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 500 ml കൂടി. അപ്പോൾ ഇതൊന്ന് തിളക്കട്ടെ. പിന്നെ ഈ ഒരു പുഡിങ്ങിന് ഫുൾ ഫാറ്റ് പാലെടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോഴാണ് നല്ല ടേസ്റ്റി ഉണ്ടാവുക. ഈ പാൽ തിളക്കുമ്പോഴേക്കും നമ്മൾ ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനി നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്യാൻ വെക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഈ വെള്ളം സഹിതം ഇതിലോട്ട് ആഡ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് മെൽറ്റാക്കി എടുക്കുക. അപ്പോൾ ഇതായിട്ടത് മെൽറ്റായിട്ട് ഞാൻ ഓഫാക്കിയിട്ടുണ്ട്. തീ ഓഫാക്കിയിട്ടുണ്ട്. അത് മെൽറ്റായിട്ടുണ്ട്. പാല് തിളച്ച് വരുന്നുണ്ട്. ഞാൻ പറ്റ സിമ്മിലാക്കിയിട്ട് തീ സിമ്മിലാക്കണം. എന്നിട്ട് നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കണം. ഇതിലോട്ട് ഒരു 3/4 കപ്പോളം പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. പഞ്ചസാരയൊക്കെ നിങ്ങൾ ഇഷ്ടാനുസരണം കൂട്ടി കുറക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ 3/4 കപ്പോളം പഞ്ചസാര ആഡ് ചെയ്തു. നന്നായി മിക്സ് ചെയ്യാം. ഞാൻ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ 1 ടീസ്പൂണോളം വാനില എസൻസ് ആഡ് ചെയ്യുന്നുണ്ട്. വാനില എസൻസിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ ഏലക്കപ്പൊടി ആഡ് ചെയ്താലും മതി. നന്നായി മിക്സ് ചെയ്യുക. എല്ലാം നന്നായി മിക്സ് ചെയ്യുക. ഇനി നമ്മൾ മെൽറ്റ് ചെയ്ത ചൈന ഗ്രാസ് ഇല്ല, അതിന് ഇച്ചിരി കുറച്ചൊരു 2 കൈയിലോളം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യണം. പറ്റ സിമ്മിലിട്ടിട്ട് വേണം നമുക്കിതൊന്ന് കുറുക്കിയെടുക്കണം. ഈ ചൈന ഗ്ലാസ്സൊക്കെ ഇതിലൊന്ന് മിക്സായി പാലൊന്ന് കുറുകി കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തീ പറ്റ സിമ്മിലിട്ടിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ അടി പിടിക്കും. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി വേണം ഇതൊന്ന് അപ്പോൾ ഇതിൽ ചൈന ഗ്രാസൊക്കെ നന്നായി മിക്സ് ആയിട്ടുണ്ട്. അങ്ങനെ തീ ഓഫാക്കാം കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം കുറച്ച് കുറുകിയിട്ടുണ്ട്. തീ ഓഫാക്കാണ്. അപ്പോൾ ഞാൻ ട്രേ എടുത്തിട്ടുണ്ട്. ഈ ട്രേയിലോട്ട് നമ്മൾ കുക്ക് ചെയ്ത് വെച്ച് പാലും ചൈന ഗ്രാസിൻ്റെ മിക്സ്ചറും ആഡ് ചെയ്യാം. ഇതൊന്ന് സെറ്റ് ആവട്ടെ. ഇനി ഒന്ന് തണുക്കട്ടെ. പുറത്ത് വെച്ചാൽ മതി കേട്ടോ. ഫ്രിഡ്ജിൽ വെക്കണമെന്നൊന്നുമില്ല. പുറത്ത് ഒരു അരമണിക്കൂറോളം വെച്ചാൽ തന്നെ ഇത് സെറ്റായി കിട്ടും. ഒരു പാനിൽ ഒരു 1/2 കപ്പോളം പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. ഈ പഞ്ചസാര ഒന്ന് മെൽറ്റായിട്ട് കാരമലൈസായി കിട്ടണം. അപ്പോൾ അതുവരെ നമുക്ക് ഇളക്കി വേണം ഇതൊന്ന് മെൽറ്റ് ചെയ്ത് വെക്കാൻ. അപ്പോൾ ഇതൊക്കെ കാരമലൈസായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചൈന ഗ്രാസ് ഉണ്ടായിരുന്നില്ലേ, കുറച്ച് ഞാൻ പറഞ്ഞത് 2 സ്പൂണോളം ചൈന ഗ്രാസ് മാറ്റി വെച്ചിന്, അത് ഇതിലോട്ട് ആഡ് ചെയ്യാം. എന്നിട്ട് ഇതൊന്നും കൂടി മിക്സ് ചെയ്യാം. അപ്പോൾ പുഡിങ് ഇതിപ്പോൾ ഫസ്റ്റ് ലെയർ ഇപ്പോൾ സെറ്റ് ആയിട്ടുണ്ട്. ഇത് കത്തി ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് സൈഡിൽ കൂടി ഒന്നത് അടർത്തി കൊടുക്കാം. നമ്മൾ മിക്സ് ഇല്ല, പഞ്ചസാര കാരമലൈസ് ചെയ്ത മിക്സ് ഇല്ലേ, ഇതിലോട്ട് ഇങ്ങനെ pour ചെയ്യാം. അപ്പോൾ ഇത് ഇനി ഒന്ന് സെറ്റ് ചെയ്യാൻ വെക്കണം. ഒരു അരമണിക്കൂറോളം ഇതൊന്ന് സെറ്റ് ചെയ്യാൻ വെക്കട്ടെ. ഇത് ഇനി ഒരു അരമണിക്കൂറോളം സെറ്റ് ചെയ്യാൻ വെക്കണം. ഫ്രിഡ്ജിൽ വെക്കണമെന്നില്ല, പുറത്ത് വെച്ചാലും മതി. ഞാൻ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി മേൽക്കൂടി ഇട്ടിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഓപ്ഷണലാണ്. അപ്പോൾ ഇതായിട്ടത് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്തൊന്ന് കാണിച്ചു തരാം. ഒരു കത്തി ഉപയോഗിച്ച് ആദ്യം സൈഡൊക്കെ ഒന്ന് അടർത്തി കൊടുക്കുക. ഇനി ഇതൊന്ന് കട്ട് ചെയ്യാം നമുക്ക്. ഇനി ഒരു സ്പൂൺ ഉപയോഗിച്ച് പതുക്കെ നമുക്കിത് ഡിമോൾഡ്. ഇതേ രീതിയിൽ എല്ലാം ഒന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഡിമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്.
ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കണും ഒന്ന് അമർത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.